ഹണി റോസിന്റെ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ. ജാമ്യ ഹർജി കോടതി നാളെ പരിഗണിച്ചേക്കും. അതേസമയം പരാതിയിൽ നിയമോപദേശം കിട്ടിയ ശേഷം മാത്രമേ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കൂ എന്ന നിലപാടിലാണ് പോലീസ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നടത്തിയെന്നാണ് അദ്ദേഹത്തിനെതിരായ പരാതി. ബോബി ചെമ്മണ്ണൂരിനെതിരായ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ നടി ഹണി റോസിനെ വിമർശിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരുന്നു. വിവിധ ചാനലുകളിൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഈശ്വർ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ഹണി റോസ് പരാതി നൽകിയത്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിലെത്തിയത്. രാഹുൽ ഈശ്വർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. വിഷയത്തിൽ പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. നിയമോപദേശം കിട്ടുന്ന മുറയ്ക്ക് നടപടികൾ വേഗത്തിലാക്കും. അതേസമയം ഹണി റോസിനെ അധിക്ഷേപിച്ചതിൽ രാഹുൽ ഈശ്വറിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് തൃശൂർ സ്വദേശി സലീം എന്നയാളും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിന് പിന്നാലെ ഹണി റോസിനെ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയ രാഹുൽ ഈശ്വർ ഹണിയുടെ വസ്ത്രധാരണത്തെ അടക്കം വിമർശിച്ചിരുന്നു. രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ തനിക്കെതിരെ സംഘടിതമായി നടക്കുന്ന സൈബർ ആക്രമണത്തിൽ നടപടി വേണമെന്നാണ് പരാതിയിലെ ആവശ്യം. പൊതുബോധം തനിക്കെതിരാക്കാനാണ് രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നതെന്നും ഹണി റോസ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അടക്കം പകർപ്പുകളും പരാതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. അതേസമയം ഹണി റോസിനെ താൻ ലൈംഗികമായി അധിക്ഷേപിച്ച ഒരു വാക്കെങ്കിലും കാണിച്ചു തന്നാൽ ജയിലിലേക്ക് പോകാൻ തയ്യാറാണെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. ഹണി റോസ് കുറച്ചുകൂടി മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നെന്നും പരാതിയെ നിയമപരമായി തന്നെ നേരിടുമെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ നടി അമല പോളിന്റെയും വസ്ത്രധാരണത്തെ വിമർശിച്ചും രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി.